ഈശോ ജോണിനെയും ജെയിംസിനെയും കണ്ടുമുട്ടുന്നു. യോർദാൻ നദിയുടെ ഓരം ചേർന്നുള്ള പച്ച പിടിച്ച ചെറിയൊരു നടക്കാവിലൂടെ നടന്നു പോകുന്നത് ഞാൻ കാണുന്നു. ജ്ഞാനസ്നാനം സ്വീകരിച്ച നദീഭാഗത്തേക്ക് തന്നെ ഈശോ തിരിച്ചു വരുന്നു. പെരിയായിലേക്ക് പോകുന്നവർ നദി കടക്കാൻ എത്തുന്നതും സാധാരണ ഉപയോഗിച്ചിരുന്നതുമായ ഒരു കടവിനടുത്താണ് ഈശോ നടക്കുന്നത്. കാളുകൾക്ക് സുപരിചിതമായ ഒരു കടവാണിത്. പണ്ട് ജനനിബിഡമായിരുന്ന ഈ കടവ് ഇപ്പോൾ വിജനമാണ്. കാൽനടയായി പോകുന്നതോ കഴുതപ്പുറത്തും കുതിരപ്പുറത്തും പോകുന്നതോ ആയ ഏതാനും യാത്രക്കാരെ മാത്രമേ ഇവിടെ കാണാനുള്ളൂ. അവർ അവിടെയുള്ള കാര്യം ഈശോ ശ്രദ്ധിക്കുന്നില്ല. ചിന്തയിൽ മുഴുകി നേരെ വടക്കോട്ട് നടക്കുകയാണ്. കടവിന് സമീപമെത്തിയപ്പോൾ പല പ്രായക്കാരായ കുറേ ആളുകളെ കാണുന്നു. എന്തോ ചൂടായി ചർച്ച ചെയ്യുകയായിരുന്നു. പിന്നീട് അവർ പല വഴി പോയി. ചിലർ തെക്കോട്ട്, ചിലർ വടക്കോട്ട്. വടക്കോട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ജോണിനെയും ജെയിംസിനെയും കാണുന്നു. ഈശോയെ ആദ്യം കാണുന്നത് ജോണാണ്. അയാൾ തൻ്റെ സഹോദരനും കൂടെയുള്ളവർക്കും ഈശോയെ കാണിച്ചു കൊടുക്കുന്നു. അവർ തമ്മിൽ അല്പനേരം സംസാരിച്ചു. പിന്നെ ജോൺ ഈശോയുടെ അടുത്തെത്താൻ വേഗം നടക്കുന്നു. ജെയിംസ് അവൻ്റെ പിന്നാലെ പോകുന്നു. നടപ്പിന് വേഗത അത്രയ്ക്കില്ല. മറ്റുള്ളവർ ഒരു താല്പര്യവും കാണിക്കുന്നില്ല. അവർ മെല്ലെ നടക്കുന്നു. ചർച്ച തുടരുന്നു. ജോൺ നടന്ന് ഈശോയുടെ അടുത്തെത്തി. 2-3 മീറ്റർ അകലെ എത്തിയപ്പോൾ ജോൺ വിളിച്ചു പറഞ്ഞു, ലോകത്തിൻ്റെ പാപങ്ങൾ എടുത്തു കളയുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ. ഈശോ തിരിഞ്ഞ് ജോണിനെ നോക്കുന്നു. രണ്ടാൾക്കുമിടയിൽ ഏതാനും അടി മാത്രം. അവർ പരസ്പരം നോക്കുന്നു. ഈശോയുടെ നോട്ടം ഗൗരവത്തോടു കൂടിയാണ്. എങ്ങനെയുള്ളവനാണ് ഇവനെന്ന് അന്വേഷിച്ചു കൊണ്ടുള്ള നോട്ടം. ജോണിൻ്റെ കണ്ണുകൾ നിഷ്കളങ്കമാണ്. യുവത്വം നിറഞ്ഞ സുന്ദരമായ മുഖം, പുഞ്ചിരിക്കുന്ന കണ്ണുകൾ. ആ മുഖം ഒരു പെൺകുട്ടിയുടെ മുഖം പോലുണ്ട്. 20 വയസ്സിനടുപ്പിച്ച് പ്രായം വരും. ചുവന്നു തുടിച്ച കവളുകൾ, ചെമ്പിച്ച രോമങ്ങളുണ്ട്. സ്വർണ്ണ നിറത്തിലുള്ള ഒരു തുണി കൊണ്ട് മുഖം മറച്ചതുപോലെയാണ് ആ ചെമ്പൻ മീശ. നീ ആരെയാണ് അന്വേഷിക്കുന്നത് എന്ന് ഈശോ ചോദിച്ചു. ഗുരു, അങ്ങയെ തന്നെ. ഞാനൊരു ഗുരുവാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? സ്നാപയോഹന്നാൻ എന്നോട് പറഞ്ഞു. എന്തിനാണ് നീ എന്നെ കുഞ്ഞാടെന്ന് വിളിച്ചത്? 1 മാസം മുമ്പ് അങ്ങ് ആ വഴി കടന്നു പോയപ്പോൾ യോഹന്നാൻ അങ്ങയെ അപ്രകാരം വിളിക്കുന്നത് ഞാൻ കേട്ടു. നിനക്ക് എന്താണ് വേണ്ടത്? നിത്യജീവൻ്റെ വാക്കുകൾ അങ്ങ് ഞങ്ങളോട് പറയണം. ഞങ്ങളെ ആശ്വസിപ്പിക്കണം. നിങ്ങൾ ആരാണ്? ഞാൻ സെബദിയുടെ മകൻ ജോൺ. ഇതെൻ്റെ സഹോദരൻ ജെയിംസ്. ഞങ്ങൾ ഗലീലിയക്കാരാണ്. മീൻപിടുത്തമാണ് ഞങ്ങളുടെ തൊഴിൽ. ഞങ്ങൾ യോഹന്നാൻ്റെ അനുയായികളുമാണ്. അദ്ദേഹം ജീവൻ്റെ വാക്കുകൾ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളത് ശ്രദ്ധിച്ചു കേട്ടു. കാരണം ദൈവത്തെ പിന്തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രായശ്ചിത്തം ചെയ്ത് ദൈവത്തിൻ്റെ മാപ്പിന് അർഹരാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ മിശിഹായുടെ വരവിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ സജ്ജമാക്കാനാണ്. അങ്ങാണ് മിശിഹ. സ്വർഗത്തിൽ നിന്നും പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാരൂപി അങ്ങയുടെ മേൽ ഇറങ്ങി വന്നത് യോഹന്നാൻ കണ്ടു. ഇതു മിശിഹായാണെന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ കുഞ്ഞാട്. ഞാൻ അങ്ങയോട് പറയുന്നു, ലോകത്തിൻ്റെ പാപങ്ങൾ എടുത്തു കളയുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, ഞങ്ങൾക്ക് സമാധാനം നൽകൂ. ഞങ്ങളെ നേർവഴി നയിക്കാൻ ഇപ്പോൾ ആരുമില്ല. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനമില്ല. യോഹന്നാൻ എവിടെ? ഹെറോദേസ് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി. മക്കേറസിലെ കാരാഗൃഹത്തിൽ താമസിപ്പിച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ ഏറ്റവും വിശ്വസ്തരായ അനുയായികൾ അദ്ദേഹത്തെ മോചിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. ഞങ്ങൾ അവിടെ നിന്നാണ് വരുന്നത്. ഗുരു, ഞങ്ങൾ അങ്ങയുടെ കൂടെ വരട്ടെ. അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് എന്ന് കാണിച്ചു തരൂ. വരൂ. നിങ്ങൾ എന്താണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? എന്നെ പിന്തുടരുന്നവർ എല്ലാം ഉപേക്ഷിക്കണം. വീട്, ബന്ധുക്കൾ, സ്വന്തമായ ചിന്തകൾ, സ്വന്തം ജീവനും. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ശിഷ്യന്മാരാകാം, എൻ്റെ സുഹൃത്തുക്കളാകാം. എനിക്ക് പണമില്ല. ഞാൻ സുരക്ഷിതനല്ല. ഞാൻ ദരിദ്രനാണ്. എൻ്റെ ദാരിദ്ര്യം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. തല ചായ്ക്കാൻ പോലും എനിക്ക് ഇടമുണ്ടായിരിക്കുകയില്ല. എൻ്റെ ശത്രുക്കൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഒറ്റപ്പെട്ടുപോയ ചെമ്മരിയാടിനെ ചെന്നായ്ക്കൾ എങ്ങനെ വേട്ടയാടുന്നുവോ അതിലും കൂടുതലായി എന്നെ അവർ വേട്ടയാടും. യോഹന്നാൻ പഠിപ്പിച്ചതിനേക്കാൾ കർക്കശമായ ഒരു ജീവിതശൈലിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ആരോടും വിദ്വേഷം പാടില്ല എന്ന് ഞാൻ പഠിപ്പിക്കുന്നു. ബാഹ്യമായ ആചാരങ്ങൾ എന്നതിനേക്കാൾ ആത്മാവിനാണ് എൻ്റെ സിദ്ധാന്തത്തിൽ പ്രാധാന്യം. എൻ്റെ അനുയായികളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിക്കേണ്ടിയിരിക്കുന്നു. അതിന് നിങ്ങൾ തയ്യാറാണോ? ഗുരു, ഞങ്ങൾ തയ്യാറാണ്. അങ്ങയുടെ വാക്കുകൾക്ക് മാത്രമേ ഞങ്ങൾക്ക് വെളിച്ചം തരാൻ കഴിയൂ.
ആ വാക്കുകൾ ഞങ്ങൾ ശ്രവിക്കുമ്പോൾ ഞങ്ങളെ നയിക്കാൻ ആരും ഇല്ലാതിരുന്നതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വ്യാപിച്ചിരുന്ന ഇരുട്ടും നിസ്സഹായതയും മാറി അവിടെ സൂര്യപ്രകാശം പരക്കുന്നു. എന്നാൽ വരൂ, നമുക്ക് പോകാം. വഴി നടക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഈശോ പറഞ്ഞു. എന്നെ എതിരേറ്റത് വലിയൊരു ജനക്കൂട്ടമാണ്. എന്നാൽ ഒരാൾ മാത്രമേ എന്നെ തിരിച്ചറിഞ്ഞുള്ളൂ. ആത്മാവും മനസ്സും ശരീരവും നിർമ്മലമായിരുന്ന ഒരാൾ, എല്ലാ ലൈംഗിക വീഴ്ചകളിൽ നിന്നും വിമുക്തനായിരുന്ന ഒരാൾ മാത്രമേ എന്നെ തിരിച്ചറിഞ്ഞുള്ളൂ. പരിശുദ്ധിയുടെ പ്രാധാന്യം ഞാൻ എടുത്തു പറയുന്നു. വ്യക്തമായ ആശയങ്ങൾ ഉണ്ടാകാൻ ചാരിത്രശുദ്ധി വേണം. ഭൗതികവും വൈകാരികവുമായ ഉണർവ് വർദ്ധിപ്പിക്കാനും സംരക്ഷിക്കാനും പരിശുദ്ധി ആവശ്യമാണ്. ചാരിത്രശുദ്ധിയുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന അനുഭൂതികളുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് ചാരിത്രം കാത്തു സൂക്ഷിക്കുന്നവരുണ്ട്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് വിവാഹം നടത്താൻ കഴിയാതെ നിൽക്കുന്ന സ്ത്രീകൾ ഈ കൂട്ടത്തിൽപ്പെടും. പുരുഷന്മാർക്കും ഇത് ബാധകമാകേണ്ടതാണ്. പക്ഷേ അങ്ങനെയല്ല. ചാരിത്രം സൂക്ഷിക്കുന്ന പുരുഷന്മാർ ചുരുക്കമാണ്. ഇത് പരിതാപകരമായ ഒരു അവസ്ഥയാണ്. അശ്ലീല മനസ്സുകളും രോഗം ബാധിച്ച ശരീരങ്ങളുമുള്ള കുടുംബനാഥന്മാർ മാത്രമേ കാലമാകും മുമ്പേ ലൈംഗിക വീഴ്ചയ്ക്ക് പോകുന്ന ചെറുപ്പക്കാരിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ. സ്വയം സ്വീകരിക്കുന്ന ചാരിത്രവിധമുണ്ട്. ആത്മാവിൻ്റെ ഊഷ്മളതയോടുകൂടി കർത്താവിന് സ്വയം കാഴ്ചവെക്കുന്നവർ ഈ വിഭാഗത്തിൽപ്പെടും. മനോഹരമായ ഒരു ജീവിതാവസ്ഥയാണിത്. ദൈവത്തിൻ്റെ പ്രിയങ്കരമായ ഒരു ബലി. എന്നാൽ ഇവരെ എല്ലാവരും അവരുടെ പരിശുദ്ധിയിൽ ആജീവാനന്ദം ഉറച്ചു നിൽക്കുന്നില്ല. ലില്ലിപ്പൂക്കൾ സൂര്യോമുഖമായി നിൽക്കുന്നു. തങ്ങൾ വളരുന്ന ചെളിമണ്ണിനെപ്പറ്റി ചിന്തിക്കാതെ ദൈവമാകുന്ന സൂര്യൻ്റെ ചുംബനം മാത്രം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഞ്ഞുതുള്ളികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നിലകൊള്ളുന്ന ലില്ലിപ്പൂക്കളിൽ നിന്നും വ്യത്യസ്തരാണ് ഇക്കൂട്ടർ. ബാഹ്യമായി മാത്രം കന്യാവ്രതം കാത്തു സൂക്ഷിക്കുന്നവരാണ് വളരെ ആളുകൾ. ചിന്തകളിൽ അവർ വിശ്വസ്തത പാലിക്കുന്നില്ല. തങ്ങൾ ഉപേക്ഷിച്ചു പോന്നതിനെ ഓർത്ത് ദുഃഖിക്കുകയും തിരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആശിക്കുകയും ചെയ്യുന്നു. അർദ്ധചാരിത്രം കാക്കുന്നവരാണവർ. അവരുടെ ശരീരം പങ്കിലമല്ലെങ്കിലും ഹൃദയം പങ്കിലമാണ്. അവരുടെ ഹൃദയത്തിൽ ലൈംഗിക വികാരങ്ങൾ തിളച്ചുമറിയുകയാണ്. കാമധൂപങ്ങൾ അവരിൽ നിന്നും പുറത്തേക്കൊഴുകുന്നു. അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴും സംസ്കാരത്തിൻ്റെ അതിർവരമ്പുകൾക്കുള്ളിൽ നിർത്താൻ ശ്രമിക്കുമ്പോഴും സങ്കല്പത്തിൽ അവർ ഭോഗസുഖം അനുഭവിക്കുന്നു. ചാരിത്രവ്രതം എടുത്തിട്ടില്ലാത്തവർക്ക് പോലും നിഷിദ്ധമായ സങ്കല്പങ്ങൾ അവരുടെ മനസ്സിൽ കുടികൊള്ളുന്നു. ദൈവത്തിന് സ്വയം അർപ്പിച്ചവർക്ക് കൂടുതൽ നിഷിദ്ധമായ സങ്കല്പങ്ങൾ. കന്യാവ്രതത്തെ സംബന്ധിച്ച് കാപട്യം പലയിടത്തുമുണ്ട്. പുറന്തോട് മാത്രം കാണും, അകത്ത് കാമ്പില്ല. ഒരു മർദ്ദകൻ്റെ മൃഗീയതയിൽ തകർന്നുപോയ ലില്ലിപ്പൂക്കളുമായി എത്തുന്നവരെ കന്യകകളെന്ന് ഞാൻ വിളിക്കും. എന്നാൽ ബാഹ്യമായി കന്യാത്വത്തിനു ലില്ലിപ്പൂക്കൾ കൊണ്ട് ഹാനിയൊന്നും ഏറ്റിട്ടില്ലെങ്കിലും ഉള്ളിൽ ലൈംഗികതയുടെ ചിന്തകളെ താലോലിക്കുകയും അങ്ങനെ ഏകാന്തതയുടെ മണിക്കൂറുകൾ മനോഭോഗം കൊണ്ട് നിറയ്ക്കുകയും ചെയ്തവരെ ചാരിത്രം കാത്തു സൂക്ഷിക്കാത്തവർ എന്ന് ഞാൻ വിശേഷിപ്പിക്കും. ആദ്യത്തെ കൂട്ടർക്ക് കന്യാത്വത്തിൻ്റെ കിരീടവും രക്തസാക്ഷിത്വത്തിൻ്റെ ഇരട്ട കിരീടവും ഞാൻ നൽകും. അവർക്ക് ശരീരത്തിൽ മുറിവേറ്റു. അവർ ആഗ്രഹിക്കാതെ അവരുടെ ഹൃദയങ്ങൾക്കും അംഗഹാനി സംഭവിച്ചു. പിശാച് ചാരിത്രഭംഗത്തെപ്പറ്റി എന്നെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ആദ്യമായി ശ്രമിക്കുന്നത്. അതിൽ നിന്നും പരിശുദ്ധി എത്ര ബലപ്പെട്ടതാണെന്ന് നിനക്ക് മനസ്സിലാക്കാം. ലൈംഗിക ഭോഗങ്ങൾ ആത്മാവിൻ്റെ ശക്തിയെ തകർക്കുമെന്നും പിശാചിനറിയാം. എന്നെ പരാജയപ്പെടുത്താൻ പിശാച് തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ സുപ്രധാന ബിന്ദുവിലാണ്. ഭക്ഷണവും വിശപ്പും മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആഗ്രഹങ്ങളുടെ പ്രതീകമാണ്. ഈ മൗലിക വാസനകളെ സ്വന്തം താല്പര്യത്തിനു വേണ്ടി പിശാച് ഉപയോഗിക്കുന്നു. അവൻ്റെ കാൽക്കൽ തലക്കു വെളിവില്ലാതെ വീഴുന്നതിനു വേണ്ടി അവന് തരാമെന്ന് പറഞ്ഞ ഭക്ഷണം വളരെ വ്യത്യസ്തമാണ്. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത്യാഗ്രഹവും അധികാരമോഹവും വിഗ്രഹാരാധനയും ദൈവദൂഷണവും ദൈവിക നിയമങ്ങളെ പുച്ഛിച്ചു തള്ളലും ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊള്ളും. എന്നാൽ എന്നെ കുരുക്കിൽ ചാടിക്കുന്നതിനുള്ള ആദ്യത്തെ കാൽവെപ്പ് ഇന്ദ്രിയ സുഖത്തിലൂടെ ആയിരുന്നു. ആദാമിനെ അപകടത്തിലാക്കാൻ പ്രയോഗിച്ച തന്ത്രവും ഇതുതന്നെ. പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരെ നോക്കി ലോകം പരിഹസിച്ചു ചിരിക്കുന്നു. ഭോഗാസക്തരായ ആളുകൾ പരിശുദ്ധിയുള്ളവരുടെ നേരെ ആഞ്ഞടിക്കുന്നു. സന്മാർഗബോധമില്ലാത്ത ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും കാമത്തിന് ബലിയാടായത് സ്നാപക യോഹന്നാനാണ്.
ലോകത്തെപ്പോഴും അല്പം വെളിച്ചമുണ്ടെങ്കിൽ അത് ഹൃദയനൈർമല്യം ഉള്ളവരിൽ നിന്നാണ്. അവർ ദൈവത്തിൻ്റെ ദാസന്മാരാണ്, ദൈവത്തിൻ്റെ തിരുമനസ്സറിയുന്നവരാണ്. ഹൃദയനൈർമല്യമുള്ളവർ ഭാഗ്യവാന്മാരാണ്, അവർ ദൈവത്തെ കാണും എന്ന ദൈവവചനം അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ലോകത്ത് വെച്ച് തന്നെ അവർ ദൈവത്തെ കാണും. കാമത്തിൻ്റെ പുകപടലങ്ങൾ അവരുടെ ഹൃദയത്തെ കലുഷമാക്കുന്നില്ല. അവർ ദൈവത്തെ പിന്തുടരുന്നു, മറ്റുള്ളവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. സെബദിയുടെ മകനായ ജോൺ ആത്മവിശുദ്ധിയുള്ളവനാണ്. എൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പരിശുദ്ധിയുള്ളവൻ അവനാണ്. പൂ പോലെ മനോഹരമായ ഒരു ആത്മാവ് മാലാഖയുടേതുപോലെ പവിത്രമായ ഒരു ശരീരത്തിൽ കുടികൊള്ളുന്നു. അവൻ്റെ ആദ്യത്തെ ഗുരു ഉപയോഗിച്ച വാക്കുകളിൽ അവൻ എന്നെ സംബോധന ചെയ്യുന്നു. സമാധാനം നൽകണമെന്ന് അവൻ അപേക്ഷിക്കുന്നു. അവൻ്റെ ഹൃദയം പരിശുദ്ധമായതുകൊണ്ട് ഇവിടെ ഇപ്പോഴേ സമാധാനമുണ്ട്. അവൻ ഹൃദയപരിശുദ്ധിയുള്ളവരായതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ അവന് ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ച സൃഷ്ടിയെയും അവൻ്റെ പരിശുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ ആദ്യത്തെ ശിഷ്യൻ ജോൺ ആയിരുന്നു. എന്നെ കണ്ട നിമിഷം മുതലേ അവൻ എന്നെ സ്നേഹിച്ചു. അന്ന് ഞാൻ ജോർദാൻ നദിയുടെ തീരത്തു കൂടി പോയപ്പോൾ സ്നാപകൻ എന്നെ അവന് ചൂണ്ടിക്കാണിച്ചു. അന്ന് തൊട്ട് അവൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിൽ ഉരുകിച്ചേർന്നു. ഞാൻ മരുഭൂമിയിൽ നിന്നും തിരിച്ചു വന്നപ്പോൾ എന്നെ കണ്ടുമുട്ടാതിരുന്നെങ്കിൽ തന്നെ അവൻ എന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചേനെ. കാരണം അവൻ്റെ ഹൃദയം പരിശുദ്ധമാണ്, അവന് എളിമയുണ്ട്. ദൈവജ്ഞാനം സമ്പാദിക്കാൻ അതീവ താല്പര്യമുണ്ട്. കടലിലേക്കൊഴുകുന്ന ജലപ്രവാഹം പോലെ ദൈവിക ജ്ഞാനം പകർന്നു കൊടുക്കാൻ കഴിവുള്ള ആചാര്യന്മാരിലേക്ക് അവൻ ആകർഷിക്കപ്പെടുന്നു. ഈശോ വീണ്ടും പറഞ്ഞു, നിന്റെ ഈശോയുടെ ഐന്ദ്രിക പരീക്ഷണങ്ങളെപ്പറ്റി നീ ആരോടെങ്കിലും പറയുന്നത് എനിക്കിഷ്ടമല്ല. നിന്നിലെ ആന്തരിക ശബ്ദം എന്തുകൊണ്ട് പിശാച് എന്ന ഐന്ദ്രിയ സുഖങ്ങളിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചു എന്ന് വ്യക്തമാക്കിയിരുന്നു. എങ്കിലും ഈ വിഷയത്തെപ്പറ്റി നീ ഒന്നും പറയേണ്ട, ഞാൻ വേണ്ടത് പറഞ്ഞുകൊള്ളാം. ഇനി അതേപ്പറ്റി ചിന്തിക്കേണ്ട, ആ കാര്യമൊന്നും സൂചിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമുക്ക് മുന്നോട്ട് പോകാം. പിശാചിൻ്റെ പൂക്കളെ അതിൻ്റെ മണൽ തിട്ടയിൽ വിട്ടേക്കൂ. ഈശോയെ ജോൺ പിന്തുടർന്നു പോലെ നീയും പിന്തുടരൂ. മുള്ളുകളിലൂടെ നടക്കേണ്ടി വരും, എന്നാൽ നിനക്ക് വേണ്ടി രക്തം ചിന്തിയ ഈശോയുടെ രക്തബിന്ദുക്കളാകുന്ന റോസാപ്പൂക്കൾ നിനക്ക് ലഭിക്കും. പിന്നിലെ കാമവികാരങ്ങളെ അമർച്ച ചെയ്യുന്നതിന് ഇവ സഹായിക്കും. നീ പറയാൻ പോകുന്ന ഒരഭിപ്രായം ഞാൻ മുൻകൂട്ടി കണ്ട് മറുപടി പറയുകയാണ്. ജോൺ എഴുതിയ സുവിശേഷത്തിൽ എന്നെ അവൻ കണ്ടുമുട്ടിയതിനെപ്പറ്റി പറയുമ്പോൾ അടുത്ത ദിവസം എന്നാണ് പറയുന്നത്. സ്നാപക യോഹന്നാൻ എനിക്ക് സ്നാനം നൽകിയതിൻ്റെ അടുത്ത ദിവസം എന്നെ കാണിച്ചു കൊടുത്തു എന്നും ഉടൻ തന്നെ ജോണും ജെയിംസും എന്നെ പിന്തുടർന്നു എന്നും തോന്നും. മറ്റു സുവിശേഷകർ പറയുന്നത് ഞാൻ മരുഭൂമിയിൽ 40 ദിവസം ചെലവഴിച്ചു എന്നാണ്. ഇത് ഇങ്ങനെയാണ് വായിക്കേണ്ടത്. സ്നാപക യോഹന്നാൻ ബന്ധനത്തിലായ ശേഷം ഒരു ദിവസം സ്നാപകൻ്റെ 2 ശിഷ്യന്മാർ എന്നെ വീണ്ടും കണ്ടപ്പോൾ എന്നെ വിളിക്കുകയും എൻ്റെ കൂടെ പോരുകയും ചെയ്തു. ഈ 2 ശിഷ്യന്മാർക്കും എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് സ്നാപകൻ പറഞ്ഞായിരുന്നു. ഞാൻ മരുഭൂമിയിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷമാണ് ഇവർ എൻ്റെ കൂടെ വന്നത്. ഞങ്ങൾ ഒന്നിച്ചു ഗലീലിയ തടാകത്തിൻ്റെ തീരത്തേക്ക് പോയി. സുവിശേഷ പ്രസംഗം അവിടെ നിന്ന് ആരംഭിക്കുന്നതിന് ഞാൻ അവിടെ ഒരു വീടെടുത്തിരുന്നു. ജോണും ജെയിംസും എന്നോടൊത്ത് ഇവിടം വരെ യാത്ര ചെയ്യുകയും പിന്നെ ഒരു ദിവസം കൂടി എൻ്റെ ബന്ധുക്കളുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അവരുടെ അതിഥിയായി എന്നോടൊപ്പം കഴിയുകയും ചെയ്തു. അവർ എന്നെപ്പറ്റി മറ്റു മുക്കുവന്മാരോടും സംസാരിച്ചു. ജോണാണ് ഇതിന് മുൻകൈയെടുത്തത്. പരിശുദ്ധിയുടെ ശാലീനത നിറഞ്ഞ അവൻ്റെ ആത്മാവ് പ്രായശ്ചിത്തം വഴി അങ്ങേയറ്റം നിർമ്മലവുമായിരുന്നു. സത്യം കണ്ണാടിയിലെന്ന പോലെ അതിൽ നിഴലിച്ചിരുന്നു. ആത്മവിശുദ്ധിയുള്ളവരിലും വിശാല ഹൃദയന്മാരിലും കാണാത്തൊരു തൻ്റെ ഇടം അവനുണ്ടായിരുന്നു. ദൈവമുണ്ട്, സത്യമുണ്ട്, ദൈവത്തിൻ്റെതായ വഴിയും ധർമ്മശാസ്ത്രവും ഉണ്ട് എന്ന് കരുതുന്ന ഏതു മേഖലയിലും കയറി ചെല്ലാൻ അങ്ങനെയുള്ളവർക്ക് ഭയമില്ല. ലളിതവും ധീരവുമായ അവൻ്റെ ഈ പെരുമാറ്റം എന്നെ ആകർഷിച്ചു. ഞാൻ അവനെ വളരെയധികം സ്നേഹിച്ചു.